പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവനാമത്തിനുണ്ടായിരിക്കട്ടെ. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിനായ സ്തോത്രം. എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നെന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കും. കർത്താവെ, അടിയൻ നിൻ്റേതാണ്. സ്തോത്രം. ഹല്ലേലൂയ. കടന്നു വന്ന് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിജീവിതങ്ങളും അപ്പൻ്റേതാണ്. കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവച്ചങ്ങളെ ബലഹീനതകളൊക്കെ ഒന്ന് ക്ഷമിക്കണമേ കർത്താവെ. നീ ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. അടിയൻ്റെ വായിൽ നിന്ന് ദൈവഹിതമല്ലാത്ത ഒരു വാക്ക് പോലും പുറത്തു വരുവാൻ ദൈവമേ സമ്മതിക്കരുത്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹമാക്കി തീർക്കണം കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കർത്താവെ ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇത് കടന്നു ചെല്ലുന്ന ഓരോ ഭവനത്തിലും, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ഭവനത്തിലും അവർക്ക് ആശ്വാസവും ആനന്ദവും സമാധാനവും ദൈവകൃപയും വ്യാപരിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. അന്ധകാര മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറുവാൻ, സമാധാനം വ്യാപരിക്കുവാൻ, സന്തോഷം വ്യാപരിക്കുവാൻ, ദൈവകൃപ അനുഭവിക്കുവാൻ ദൈവയിടയാക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അനേക വാഗ്ദത്തങ്ങൾ തൻ്റെ ജനത്തിന് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ ചില വാഗ്ദത്തങ്ങളെ പറ്റി നമുക്ക് ഇന്ന് ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം. നമ്മൾ പഠിക്കുകയാണെങ്കിൽ 3000 തൊട്ട് 7000-ഓളം ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി കൊടുത്തത് പല രീതിയിൽ ഹല്ലേലൂയ അവർ ആത്മീയ ഹല്ലേലൂയ അനുഗ്രഹത്തിന് വേണ്ടി സ്തോത്രം ഓരോ ആവശ്യം ഹല്ലേലൂയ സ്തോത്രം സന്ദർഭം അനുസരിച്ച് കൊടുത്തിട്ടുള്ള വാഗ്ദത്തങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കണക്ക് കറക്റ്റായിട്ട് ഹല്ലേലൂയ സ്തോത്രം എക്സാക്റ്റായിട്ട് പറയാൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ ദൈവവചനത്തിൽ അനേക വാഗ്ദത്തങ്ങളുണ്ട്. അതിൽ ചില വാഗ്ദത്തങ്ങൾ ഇത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും സ്തോത്രം നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ സ്തോത്രം വാഗ്ദത്തങ്ങളെ ദൈവസന്നിധിയിൽ ഓർപ്പിച്ച് ഹല്ലേലൂയ ഉണർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് അനുഗ്രഹമായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. ഒന്നാമത് ദൈവം നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഹല്ലേലൂയ ശരീരത്തിന് നമുക്ക് രോഗം വരാം, മനസ്സിന് രോഗം വരാം. ഹല്ലേലൂയ സ്തോത്രം. മാനസിക ഹല്ലേലൂയ ആരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് രണ്ടിനും ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷമായി ജീവിക്കുവാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. 2 രാജാക്കന്മാർ ഹല്ലേലൂയ 20-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ ഹിസ്കിയാവിനോട് പറയുന്ന ഒരു കാര്യമാണ്, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രവാചകൻ്റെ അടുത്ത് പറയുകയാണ്, നീ ഹിസ്കിയാവിൻ്റെ അടുത്ത് പോയി പറയണം, ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദാവീദിൻ്റെ ദൈവമായിരിക്കുന്ന നിന്റെ ദൈവമായിരിക്കുന്ന യഹോവ നിന്നോട് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു വിടുകയാണ്. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഹിസ്കിയാവിനോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം നമ്മളോട് ഓരോരുത്തരോടും ഹല്ലേലൂയ ദൈവം പറയുകയാണ്, നിന്റെ രോഗത്തെ ഞാൻ സൗഖ്യമാക്കും, നിന്റെ ദേശത്തെ ഞാൻ സൗഖ്യമാക്കും, നിന്റെ തലമുറയെ സൗഖ്യമാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നമ്മുടെ മാനസികവും ഹല്ലേലൂയ ശാരീരികവുമായ എല്ലാ രോഗങ്ങളെയും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ സ്പിരിച്വൽ രോഗത്തെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധി നാം വിശ്വസിക്കണം, ഞാൻ സേവിക്കുന്ന ദൈവം ഹല്ലേലൂയ എൻ്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ അവൻ ശക്തനാകും. ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ സാക്ഷ്യം ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ സ്തോത്രം എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത സൗഖ്യമാക്കിയ ചില വിടുതലുകൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഒന്നാമതായി ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഗ്ലൗസ് അലർജി ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലൗസ് ഇട്ടാൽ എൻ്റെ കൈ വല്ലാതെ ചൊറിഞ്ഞ് ഇത് ഹല്ലേലൂയ സ്തോത്രം പൊട്ടി അളിഞ്ഞ് ഒരു കറുത്തൊരു വല്ലാത്ത രൂപത്തിൽ എൻ്റെ കൈ ആയി. ഞാൻ അന്ന് ദൈവത്തിൽ വിശ്വസിക്കും, നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഞാൻ അന്ന് മരുന്നൊന്നും ഉപയോഗിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവം എന്നെ സൗഖ്യമാക്കും. ഞാൻ ഹല്ലേലൂയ സ്തോത്രം ജോലിക്ക് പോകുമ്പോൾ ഗ്ലൗസ് ഇടാതെയും സ്തോത്രം അങ്ങനെ പല രീതിയിൽ ഇത് ഞാൻ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ ഗ്ലൗസ് ഇടാതെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഹാൻഡ് ഓവറിനൊക്കെ പോകുമ്പോൾ മറ്റ് രാജ്യക്കാരായ ആൾക്കാർ എന്നെ വെറുപ്പോടെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം എൻ്റെ കൈ അങ്ങനെ ഇരുന്നത്. അപ്പം ഞാൻ ദൈവത്തോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു, കർത്താവേ നീ എന്നെ സൗഖ്യമാക്കാമെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ നീ സൗഖ്യമാക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇത് വളരെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഇത് ചൊറിച്ചിൽ തുടങ്ങും. ചൊറിഞ്ഞ് ഇതിനകത്ത് രക്തം വെള്ളം ഈ കയ്യെ കൂടി ഇങ്ങനെ ഒഴുകും. അപ്പം ഈ നമ്മൾ ബാത്തിന് ഉപയോഗിക്കുന്ന
സ്ക്രബ്ബർ ഉണ്ടല്ലോ അതെടുത്ത് എൻ്റെ കയ്യെ ഞാൻ ഉരച്ച് ഈ തൊലി ഇങ്ങനെ ഒഴുകിപ്പോയി, അല്ലെങ്കിൽ ഇങ്ങനെ രക്തം വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടത്. ഞാൻ അന്ന് എനിക്ക് സങ്കടം തോന്നി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവമാണെന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ വിടുതൽ ഒരു 21 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ കണ്ണടച്ചു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ നാളെ വെളുക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നയമാൻ പോയി, ഹല്ലേലൂയ അവൻ്റെ കുഷ്ഠം മാറി, യോർദാൻ ഹല്ലേലൂയ സ്തോത്രം വെള്ളത്തിൽ മുങ്ങി കുളിച്ച് എഴുന്നേറ്റപ്പം നയമാൻ്റെ കുഷ്ഠം മാറി, അവൻ്റെ ശരീരം ഒരു ഹല്ലേലൂയ കുഞ്ഞിൻ്റെ ശരീരം പോലെ ആയെന്നോടെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു പാട് പോലും ഇല്ലാതെ എൻ്റെ കയ്യിൽ സൗഖ്യം തരുവാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. ദൈവമക്കളെ, രാവിലെ എഴുന്നേറ്റപ്പോൾ സ്തോത്രം എൻ്റെ കയ്യിൽ ഒരു പാട്, എനിക്കൊരു ചൊറിച്ചിലുണ്ടായിരുന്ന, ഒരു ഗ്ലൗസ് എനർജി ഉണ്ടായിരുന്ന, രക്തവും വെള്ളവും ഒഴുകിക്കൊണ്ടിരുന്ന ഹല്ലേലൂയ സ്തോത്രം എൻ്റെ കയ്യിൽ ഒരു പാട് പോലും ഇല്ലാതെ ദൈവം എന്നെ സൗഖ്യമാക്കി. അതിൻ്റെ ശേഷം ഇന്ന് വരെയും എനിക്ക് അലർജി വന്നിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ. അനേക വിഷയങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ഹല്ലേലൂയ സമയം സാഹചര്യം അനുസരിച്ച് അതെല്ലാം പറയാൻ ദൈവം നമ്മളെ സഹായിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മളെ സൗഖ്യമാക്കി. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ക്രോണിക്കായതായിട്ടോ അക്യൂട്ടായോ ഏതെങ്കിലും രോഗത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ അതിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ തക്ക സമയം, ദൈവത്തിനൊരു സമയമുണ്ട്. ഞാനൊരു കാര്യം ഇവിടെ ഒപ്പിക്കുക. എൻ്റെ മൂത്ത മകന് ഹല്ലേലൂയ ജനിച്ചപ്പം ജനിച്ച കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എക്സിമ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞ് ഈ എക്സിമ എടുത്ത് ഇങ്ങനെ വേദന എടുത്തു കരയുകയാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവനെ എടുത്തു വെക്കും. ചേന ചെത്തിയതുപോലെ ഇവൻ്റെ ശരീരത്തിൽ ഹല്ലേലൂയ ഈ ചൊറിച്ചിൽ കാരണം നമുക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് വേണം, നമ്മൾ ഇതിൻ്റെ പുറകെ ഓടുക. അപ്പോൾ ഞാനിങ്ങനെ ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പല നമ്പേഴ്സ് എന്നെ കാണിച്ചു. 3 മാസം ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ 6 മാസം, ഹല്ലേലൂയ അങ്ങനെ 5 വർഷം, ഇങ്ങനെ എന്നെ നമ്പർ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സൗഖ്യത്തിൻ്റെ കാര്യമായി ദൈവം എന്നോട് പറയുന്നത്. ഞാൻ പറഞ്ഞു, കർത്താവേ എന്തുവായാലും ഞാനിത് കുറച്ച് നാളായി സഹിക്കുന്നു, ഇതിൻ്റെ പിന്നെ നിനക്കൊരു ഉദ്ദേശമുണ്ടായിരിക്കുമല്ലോ, എന്നെ സഹനം പഠിപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ ദൈവിക പദ്ധതി ഇതിനകത്തുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, കർത്താവേ 6 മാസം എനിക്ക് സഹിക്കാം, അതിനപ്പുറത്തോട്ട് എനിക്ക് സഹിക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല ദൈവമേ, അതിനുള്ള കഴിവ് എനിക്കില്ല എന്ന് ഞാൻ ദൈവസന്നിധി പറഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയായി. ദൈവമക്കളെ, 6 മാസമായപ്പോൾ എൻ്റെ കുഞ്ഞിന് പരിപൂർണ്ണ സൗഖ്യം ദൈവം കൽപ്പിക്കുവാനിടയായിത്തീർന്നു. പിന്നീട് ഒരിക്കലും അവന് ആ എക്സിമ വന്നിട്ടില്ല. എക്സിമ ഉള്ളവർക്ക് ഹല്ലേലൂയ പല ഫുഡ് കഴിക്കത്തില്ല, അല്ലെങ്കിൽ അവർക്ക് ആസ്മ അറ്റാക്ക്, അങ്ങനെ പലത്. എന്നാൽ അങ്ങനെ ഒന്നുമില്ലാതെ കുഞ്ഞിനെ ദൈവം സൗഖ്യമാക്കി. ഹല്ലേലൂയ സ്തോത്രം. അപ്പം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഞാൻ ഇന്ന് നിങ്ങളോട് ഇത് പറയാൻ കാരണം, അന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ അനുഭവത്തിൽ ദൈവം എന്നെ സൗഖ്യമാക്കിയത് കൊണ്ടാണ്. അപ്പോൾ ദൈവം നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിനൊരു സമയമുണ്ട്. ആ സമയത്ത് ദൈവം നമ്മളെ സൗഖ്യമാക്കും. ഇപ്പം നമ്മൾ വേദപുസ്തകത്തിൽ നമുക്ക് നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തോട് പറയുന്നുണ്ട്, ഈ ശൂലം എന്നിൽ നിന്ന് എടുത്തു കളയണം. അപ്പോൾ ദൈവം പറയുന്നു, നിനക്കെൻ്റെ കൃപ മതി. സ്തോത്രം. അവിടെ സൗഖ്യമാക്കിയില്ലെന്ന് കാണാം, എന്നാൽ ദൈവത്തിൻ്റെ കൃപ അവിടെ പകർന്നിരുന്നു. അല്ലെങ്കിൽ ആ അവസ്ഥയെ തരണം ചെയ്യുവാനുള്ള കൃപ പൗലോസിന് ദൈവം കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ തീർച്ചയായിട്ടും ദൈവം അയക്കും. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഞാൻ എന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. സ്തോത്രം. അപ്പം ദൈവം നമ്മളെ സൗഖ്യമാകും. ഒന്നാമത്തെ പ്രോമിസാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ നിന്നെ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. നമുക്കെല്ലാവർക്കും ഏത് വഴിയുള്ള നടന്നു പോകണമെന്ന് നമുക്കറിയത്തില്ല. സങ്കീർത്തനം 32:8 വായിക്കുമ്പോൾ, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പം നമ്മുടെ മേൽ നമ്മളെ ഉപദേശിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വഴി കാണിച്ചു തരുന്ന ഒരു ദൈവം, ഒരു പ്രോമിസാണ്, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പം നമ്മുടെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്ന ഹല്ലേലൂയ ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. ദൈവം നമ്മൾ ഓർത്ത് നോക്കുകയും, ഞാൻ ഇന്ന് UK എൻ്റെ അപ്പനും അമ്മയും അങ്ങ് റാന്നി ഹല്ലേലൂയ സ്തോത്രം അത്തിക്കയത്തായിരിക്കുന്നു. സ്തോത്രം. അവരെന്നെ ഇതിൽ ദൃഷ്ടി വെക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇന്ന് CC ക്യാമറയുണ്ട്. സ്തോത്രം. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള അപ്പനും അമ്മയും ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെയ്യുന്നു നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. എന്നാൽ കംപ്ലീറ്റായിട്ടെല്ലാം കാണാൻ നമുക്ക് പറ്റത്തില്ല. അവർക്ക് നമ്മളെ കാണാൻ ഇപ്പോൾ നോക്കിയാൽ ഫുൾ ടൈം പറ്റും. നമ്മൾ ജോലിക്ക് പോകുന്നു, പുറത്ത് പോകുന്നു, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നു, ഇവിടെ എന്നും നമ്മുടെ കൂടെ അവരുടെ ദൃഷ്ടി നമ്മുടെ കൂടെ ഇല്ല. എന്നാൽ ഈ അഖിലാണ്ടത്തെ മുഴുവനും സൃഷ്ടിച്ച അല്ലെങ്കിൽ നമ്മളെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഉള്ളം കൈ വരച്ചിരിക്കുന്ന ദൈവം നമ്മളെ
ദൃഷ്ടി വെച്ച് നാം പോകുന്നിടത്ത് ഹാലയിൽ നമ്മളെ സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ കരമാണ്. നമ്മളെപ്പോഴും വിശ്വാസത്തിൽ വർദ്ധിച്ചു വരണം. ഹാലലിയ ദൈവസന്നിധിയിൽ ഹാലലിയ നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. എപ്പോഴും ആ ഒരു ഉറപ്പും ധൈര്യം നമുക്കുണ്ടായിരിക്കണം. അതായത് എന്നെ ഉപദേശിച്ച് ഞാൻ നടക്കേണ്ടുന്ന വഴി എനിക്ക് കാണിച്ചു തരുന്ന ഹല്ലേലൂയ സ്തോത്രം എൻ്റെ മേൽ ദൃഷ്ടി വെച്ച് എനിക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള ഒരു തോന്നൽ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഭയം മാറിപ്പോകും, നമ്മുടെ നിരാശകൾ മാറിപ്പോകും. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ദൈവിക പദ്ധതികളും പ്ലാനുകളും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കി തരും. സ്തോത്രം ഹല്ലേലൂയ. അപ്പം ഞാൻ ഉപദേശിച്ച് നടക്കുന്ന വഴി നിനക്ക് കാണിച്ചു തരും. അപ്പം നമ്മൾ ഹല്ലേലൂയ ഒരു ജോലിക്കൊരു സ്ഥലത്തേക്ക് പോവുകയാണ് സ്തോത്രം. അപ്പം നമ്മൾ നാട് വിട്ട് ഹല്ലേലൂയ പല സ്ഥലത്ത് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനേക ഇടങ്ങളിൽ യാത്ര ചെയ്തിട്ടാണല്ലോ നമ്മുടെ ജീവിത ഹല്ലേലൂയ സ്തോത്രം യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് എനിക്ക് പറയാൻ താല്പര്യം. ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പഠിച്ച ശേഷം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കർത്താവിൻ്റെ ദാസി എൻ്റെ അടുത്ത് വന്ന് ഒരു ആലോചന പറഞ്ഞു. ഞാൻ നിന്നെ ഷാർജയിൽ കുടുംബമായി എൻ്റെ വേലയ്ക്കായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ ഷാർജ എവിടെയാണെന്നോ ഇതെന്നാണെന്നോ എനിക്കറിയത്തില്ല സ്തോത്രം. ഞാൻ എന്നാൽ അത് മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കർത്താവ് നീ എന്നോട് പറഞ്ഞല്ലോ ഷാർജ നീ അയക്കുമെന്ന്. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഹല്ലേലൂയ സ്തോത്രം 2002 എനിക്ക് UK സെലക്ഷൻ കിട്ടി. അന്നേരം ഞാൻ പ്രാർത്ഥിച്ച് കർത്താവെ എന്തോ ചെയ്യണം, ഞാൻ പോണോ? ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ പേപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക സ്തോത്രം. നിൻ്റെ ഹിതമെങ്കിൽ ഇത് നടക്കട്ടെ എന്ന് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ സ്തോത്രം അന്ന് ദൈവം എന്നോട് പറഞ്ഞു, നീ ഒരിക്കലും യുകെക്ക് പോകും, എന്നാൽ ഇപ്പോഴല്ല, നീ സമയം നീ സൗദി അറേബ്യയ്ക്ക് പോകാൻ എന്നോട് ദൈവം പറഞ്ഞു. അങ്ങനെ അതിൻ്റെ പേപ്പേഴ്സൊക്കെ തയ്യാറാക്കി ഞാൻ 2002 സൗദി അറേബ്യയ്ക്ക് പോകാനിടയായി തീർന്നു സ്തോത്രം. അപ്പം ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഷാർജയിൽ നീ കുടുംബമായിട്ട് എൻ്റെ വേല ചെയ്യും. അപ്പം ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പെയാണ് സൗദി അറേബ്യയ്ക്ക് കടന്നു പോയത് സ്തോത്രം. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആലോചന വന്നു സ്തോത്രം. ദൈവം എനിക്ക് കാണിച്ചു തന്നു, ഇതായിരിക്കും നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ദൈവാലോചന പ്രകാരം എൻ്റെ വിവാഹം നടക്കുവാനിടയായി തീർന്നു. അച്ഛൻ മസ്കറ്റിലും ഞാൻ സൗദി അറേബ്യയിലാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്തേക്കാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ സൗദി അറേബ്യയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടി ഹല്ലേലൂയ സ്തോത്രം വിസയ്ക്ക് വേണ്ടി ശ്രമിച്ചു, എല്ലാം കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം ഹസ്ബൻഡിനോട് നാട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ പോയി. എന്നാലും ഞാൻ അവിടെ എനിക്കവിടെ ഒരു ഹല്ലേലൂയ സ്തോത്രം അത് ദൈവഹിതമല്ലായിരിക്കും. ഹല്ലേലൂയ ആ വിസ എനിക്ക് ലഭിക്കാനിടയായി തീർന്നില്ല. നമ്മുടെ ജീവിതത്തിലെല്ലാം എന്തുവാ നന്മയ്ക്കായി കൂടി ആഗ്രഹിക്കുന്നത് നാം മനസ്സിലാക്കണം. ഒരു നഷ്ടം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിരാശപ്പെട്ടു പോകരുത് സ്തോത്രം. അതിൻ്റെ പിന്നിലും ദൈവത്തിനൊരു പദ്ധതിയും പ്ലാനും ഉണ്ടെന്ന് നാം മനസ്സിലാക്കിയാൽ തീർച്ചയായും അതിനെ നമുക്ക് പോസിറ്റീവായി കാണാനും മുന്നോട്ട് യാത്ര ചെയ്യുവാനും പറ്റും. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നു സ്തോത്രം. ഹല്ലേലൂയ നാട്ടിൽ നിന്ന് അച്ഛന് ഹല്ലേലൂയ സ്തോത്രം വിസിറ്റ് വിസയിൽ ദുബൈയിൽ കടന്നു വരുവാനിടയായി തീർന്നു. ദുബൈയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ചെന്നു. അവിടെ ശേഷം ഞാൻ റിസൈൻ ചെയ്ത് സൗദി അറേബ്യയിൽ നിന്ന് ഞാൻ ദുബൈയിൽ വന്നു. ദുബൈയിലായിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം, ഇത് ഷാർജ ദുബൈ ബോർഡറൊക്കെ നമുക്കറിയാം സ്തോത്രം, കേട്ടിട്ടുണ്ട്. ഇരിക്കുമ്പോൾ ഒരു ദിവസം ഹല്ലേലൂയ എന്നോട് ദൈവാത്മാവ് പറയുകയാണ് സ്തോത്രം, ദുബൈയിലല്ല നീ താമസിക്കുന്നത്, നീ ഷാർജയ്ക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഷാർജയിലും അതിനകത്ത് ഹോസ്പിറ്റലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ വണ്ടിയിൽ ഷാർജയിൽ പോയി എന്നെ ദൈവം ഒരു വീട് കാണിച്ചു അവിടെ താമസിക്കാനില്ല. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഒരു 15 വർഷക്കാലത്തോളം ഷാർജയിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ താമസിക്കുവാൻ കുടുംബമായ കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണം ഹല്ലേലൂയ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അപ്പം നമുക്ക് വഴി കാണിച്ചു. ഞാൻ പറഞ്ഞു തന്നെ ദൈവം നമ്മളോട് പറഞ്ഞു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പോൾ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം നമ്മളോട് ആലോചന പറഞ്ഞു തരുന്ന, നമുക്ക് ഉപദേശിച്ച് നടക്കേണ്ട വഴി കാണിച്ചു തരുന്ന ദൈവം നമ്മുടെ കൂടെ. അപ്പോൾ എന്നെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അല്ല ഏതെങ്കിലും വിഷയത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കുന്നെങ്കിൽ മനുഷ്യരോട് ചോദിച്ചാൽ മനുഷ്യർ പല ഉപദേശം പറഞ്ഞു തരും. നീ അവിടെ പോയാൽ ശരിയാകത്തില്ല, ഇവിടെ പോയാൽ ശരിയാകത്തില്ല. അല്ലെങ്കിൽ മനുഷ്യരോട് ആലോചന ചോദിച്ചാൽ അതെല്ലാം കൺഫ്യൂഷനാക്കും. നിങ്ങളൊരു 10 പേരോട് ഒരേ കാര്യം ചോദിച്ചേ 10 പേരും പറയുന്നത് 10 അഭിപ്രായമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ ഏത് ഹല്ലേലൂയ കാര്യം തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് അറിയാതെ വരും, നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. എന്നാൽ നിങ്ങളതൊന്നും ആരോടും ചോദിക്കേണ്ട. ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥനാ റൂമിൽ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ നീ എനിക്ക് പറഞ്ഞു തരണമേ സ്തോത്രം, ഞാൻ ഏത് വഴിയിൽ പോകണമെന്ന് നീ എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തരണമെന്ന് നാം ദൈവത്തോട് പറയുമ്പോൾ ദൈവം നമുക്ക് ബുദ്ധി പറഞ്ഞു തരും. അപ്പം നമ്മുടെ ദൈവം ആരാ? അവൻ നമുക്ക് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും, നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച്
നിനക്ക് ആലോചന പറഞ്ഞിരുന്നു നമ്മോട് എപ്പോഴും ഉള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം, സ്തോത്രം, സങ്കീർത്തനം 50-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പം ദൈവം നമ്മളോട് പറയുക, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാകുന്നു. അപ്പം നമ്മൾ കടന്നു പോകുന്ന ഏതവസ്ഥയിലും ആരുണ്ട്? ദൈവമുണ്ട്. ദൈവം നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ വിടുവിക്കുന്ന ദൈവം, നമ്മൾ കടന്നു പോകുന്ന ഏതവസ്ഥയിലും ഹല്ലേലൂയ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഞാൻ നിങ്ങളുടെ അടുത്ത ഒരു കാര്യം എൻ്റെ മനസ്സിലോട്ട് ഞാനിത് പറയുമ്പോൾ ദൈവാത്മാവ് ഓർപ്പിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്ന അനേക സംഭവങ്ങളുണ്ട്. ഞാൻ കോവിഡിൻ്റെ സമയത്ത്, സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ ഫാമിലി നാട്ടിലായിരുന്നു. സ്തോത്രം, ഞാൻ ദുബൈയിലായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അന്ന് ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ എല്ലായിടത്തും കോവിഡ്, ഹല്ലേലൂയ, സ്തോത്രം, പടർന്നു. ആദ്യത്തെ ആ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഒരു പേയിങ് ഗസ്റ്റായിട്ട് ഒരു ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. അപ്പം ഹല്ലേലൂയ, അവിടെ ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണല്ലോ. അപ്പം തിരിച്ച് ഞാൻ അവിടെ വരുമ്പോൾ അവിടെ ഉള്ളവരാരും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരല്ല. എനിക്ക് അവിടെ കോവിഡ് വന്ന് കിടന്ന് അവിടെ എന്നെ ആരും നോക്കാനുമില്ല. അപ്പം ഞാൻ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വന്നു വീട്ടിൽ വന്നപ്പം ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് മനസ്സിലായി എൻ്റെ ത്രോട്ടിലൂടെ എന്തോ ഒരു സാധനം താഴേക്ക് വേദനയോടെ ഇറങ്ങിപ്പോകുന്നത് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് മനസ്സിലായി ഇത് കോവിഡാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് കോവിഡ് വന്നാൽ ഈ ഹോസ്റ്റലിലുള്ള സകലർക്കും അത് പിടിക്കുവാനിടയായിത്തീരും. ഐസോലേറ്റ് ചെയ്യുമ്പോൾ അവർ ജോലിക്ക് പോകാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ദൈവമേ, എനിക്കൊരു വഴി ഒരുക്കണം. അന്ന് ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ലെറ്റർ വന്നു. ഞാൻ അന്നൊരു എഡ്യൂക്കേറ്ററായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, എനിക്ക് ലെറ്റർ വന്നു. നിങ്ങൾ ആർക്കെങ്കിലും അക്കോമഡേഷൻ വേണമെങ്കിൽ നിങ്ങൾ റിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ തരുന്നതായിരിക്കും, ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ. സ്തോത്രം. അപ്പം ഞാൻ ആ ഇമെയിലിന് റിപ്ലൈ അയച്ചു, എനിക്ക് അക്കോമഡേഷൻ വേണം. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് ഹല്ലേലൂയ, സ്തോത്രം, പോയി അവരെന്നോട് പറഞ്ഞു, ഓക്കെ എന്നാൽ മൂവ് ചെയ്യാൻ പറഞ്ഞു. സ്തോത്രം. അന്ന് ഞാൻ ഹല്ലേലൂയ ഇതെല്ലാം പാക്ക് ചെയ്തു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എനിക്ക് അതിൻ്റെ സിംറ്റം എല്ലാം ഉണ്ടായിരുന്നു. ചെക്ക് ചെയ്തപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇവിടുത്തെ പേയ്മെൻ്റ് എല്ലാം ചെയ്ത് ക്ലിയർ ചെയ്തല്ലാണ് ഞാൻ പോകുന്നത്. അല്ലെ, അവിടെ ചെന്നപ്പോൾ എനിക്ക് കോവിഡ് പോസിറ്റീവാണ്. അന്ന് കോവിഡ് പോസിറ്റീവായ ആൾക്കാരെ താമസിപ്പിക്കാൻ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് ദുബായിൽ ഹല്ലേലൂയ ഞങ്ങളുടെ ഹോസ്പിറ്റലുകാർ അറേഞ്ച് ചെയ്തിരുന്നത്. ഞാൻ അവിടെ പോയി 21 ദിവസം ഫ്രീ ആയി താമസിച്ചു. അതിന് ശേഷം ഈ കോവിഡ് തീരുന്നിടം വരെയും എൻ്റെ ഹോസ്പിറ്റലിൽ നിന്നുള്ള അല്ലെങ്കിൽ ഫ്രീ അക്കോമഡേഷനിലാണ് ഞാൻ അവിടെ കഴിഞ്ഞത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നമ്മളെ വിടുവിക്കുന്ന ദൈവം. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ ഹല്ലേലൂയ ഒരു പേയിങ് ഗസ്റ്റായി താമസിക്കുമ്പോൾ എന്നെ അവിടുന്ന് ഇറക്കി വിട്ടാൽ ഹല്ലേലൂയ എനിക്ക് എങ്ങോട്ടും പോകാനില്ല, എൻ്റെ ഫാമിലി നാട്ടിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അതിനു മുമ്പേ ദൈവം എനിക്ക് വേണ്ടിയുള്ള പ്രൊവിഷൻ അവിടെ കരുതി. സ്തോത്രം. എന്നെ അവിടുന്ന് വിടുവിച്ചു, എന്നെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ എനിക്ക് വേണ്ടുന്ന ആ പ്രയാസത്തിൽ നിന്ന് എന്നെ വിടുവിക്കുകയും ചെയ്തു. സ്തോത്രം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ കടന്നു പോകുന്ന ഏതവസ്ഥയിൽ നിന്നും വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മൾ ആരോടാണ് ഇത് പറയണ്ടേ? നമ്മുടെ ഹൃദയത്തെ എവിടെ പകരണം? ദൈവസന്നിധി പകരണം. എപ്പോഴും ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോഴും കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴും തൂക്കുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും എല്ലാം ദൈവത്തോട് സംസാരിക്കാൻ പറ്റും. നമ്മുടെ ഹൃദയം ആരോട് പകർന്നുകൊണ്ടിരിക്കണം? ദൈവത്തോട് പകർന്നുകൊണ്ടിരിക്കണം. നമ്മൾ ദൈവത്തോട് പകർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് കാര്യങ്ങളെല്ലാം അറിയാം. അവൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പകർന്നില്ലെങ്കിലും അറിയാം. എന്നാൽ നമ്മൾ പകരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാവും? സമാധാനവും സന്തോഷവും ഉണ്ടാകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. സങ്കീർത്തനം 132:15 കടന്നപ്പോൾ, അതിലെ ആഹാരം ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും, അതിലെ ദരിദ്രന്മാർക്ക് അപ്പം കൊണ്ട് തൃപ്തി വരും. അപ്പം ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കും, അതിലെ ദരിദ്രന്മാർക്ക് അപ്പം കൊണ്ട് തൃപ്തി വരുത്തും. അപ്പോൾ തൃപ്തി വരുത്തുന്ന ദൈവം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് വ്യക്തിക്കും വേണ്ടുന്നൊരു കാര്യമാണ് തൃപ്തി. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ 1 കിലോ അരി വാങ്ങിച്ച് ചോറ് വെച്ച് സമ്മന്തി അരച്ച് തിന്നാലും ഹല്ലേലൂയ, സ്തോത്രം, ബിരിയാണിയും ചിക്കനും ഹല്ലേലൂയ സാലഡും പപ്പടവും ഹല്ലേലൂയ കഴിച്ചാലും സ്തോത്രം, അതിന് രണ്ടിനും രണ്ട് ടേസ്റ്റാണ്. ഹല്ലേലൂയ. ഈ ചോറും മുളകരച്ച സമ്മന്തി കൂട്ടി തിന്നാൽ തൃപ്തിയായി കഴിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. സ്തോത്രം. നമുക്കുള്ളതിനെല്ലാത്തിനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അതിൽ സന്തോഷത്തോടെ കഴിയുന്നെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ് ദൈവമക്കളെ. സ്തോത്രം. നമുക്ക് തൃപ്തിയില്ലാതെ പോയാൽ
വലിയ പ്രശ്നമാണ്. എന്തൊക്കെ ലഭിച്ചാലും ഇത് പോരാ ഇത് പോരാ എല്ലാം, അല്ലെങ്കിൽ ഇതിനകത്തൊരു സന്തോഷം ലഭിക്കാതെ നാം വെറുതെ ഓടുവാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ കഷ്ടത്തിലായിപ്പോകും. എന്നാൽ ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, ഞാൻ നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. നിന്നെ ഞാൻ ആത്മീയമായി സമൃദ്ധിയായി കൃപാവരങ്ങളാൽ അനുഗ്രഹിക്കും. നിനക്ക് സ്തോത്രം ഹാലെ സ്വർഗീയ സമാധാനം ഞാൻ നിനക്ക് തരും. ദർശനങ്ങളും വെളിപ്പാടുകളും തന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ അനേകർക്കൊരു അനുഗ്രഹമാക്കി തീർക്കും. സ്തോത്രം ഹാലലിയ, സ്തോത്രം ഹാലലിയ. അതുപോലെ തന്നെ സ്തോത്രം, ദൈവം പറഞ്ഞാൽ നിന്നെ തൃപ്തി വരും. അപ്പം ദൈവം നമുക്ക് ആത്മീയ കാര്യത്തിലും ഭൗതിക കാര്യത്തിലും ശാരീരിക കാര്യത്തിലെല്ലാം നമുക്ക് തൃപ്തി തരുന്ന ദൈവമാണ്. സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം 41 അധ്യായം 10 വാക്യത്തിൽ അനേക വാഗ്ദത്തങ്ങൾ എഴുതിയിട്ടുണ്ട്. സ്തോത്രം ഹാലലിയ. അവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നാം കടന്നു പോകുന്ന ഏത് യാത്രയിലും ഹല്ലേലൂയ ആര് നമ്മുടെ കൂടെയുണ്ട്? ദൈവം നമ്മോട് കൂടെയുണ്ട്. വലിയ സ്തോത്രം. നമ്മുടെ അപ്പനും അമ്മയ്ക്കും ഇത്ര ഉറപ്പായിട്ട് പറയാൻ പറ്റത്തില്ല, ഞാൻ ശനി നീ പോകുന്നിടത്തെല്ലാം ഞാൻ വരാം. അവർക്ക് വരാൻ പറ്റത്തില്ല. സ്തോത്രം. എന്നാൽ ദൈവം നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. നമുക്ക് എല്ലാവർക്കും ക്ഷീണവും രോഗവും പ്രയാസവും എല്ലാം കടന്നു വരാം. അപ്പോൾ ദൈവം പറയാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും. നിനക്ക് ശക്തിയില്ലാത്ത അനുഭവങ്ങൾ വരാം, നിനക്ക് ക്ഷീണാവസ്ഥ കടന്നു വരാം. ഹല്ലേലൂയ. എന്നാൽ അവിടെ പറയുകയാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ആരും സഹായമില്ലെങ്കിലും ഹല്ലേലൂയ ഞാൻ നിന്നെ സഹായിക്കുവാൻ ശക്തനാണ്. ഞാൻ എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് നിന്നെ താങ്ങും. നമ്മളെ പലപ്പോഴും അത് താങ്ങാൻ ആരും കാണത്തില്ല. സ്തോത്രം. സഹായിക്കാൻ ആരും കാണത്തില്ല. ദൈവമക്കളെ, ഒരു ദൈവ പൈതലിനെ ആരുടെ ജീവിതത്തിൽ പ്രശ്നം കടന്നു വരുമ്പോൾ ആരും കാണത്തില്ല. നിനക്ക് നന്മ വരുമ്പോൾ അനേകർ നിന്നെ കാണാൻ വരും. അനേകർ ഹല്ലേലൂയ സ്തോത്രം നിനക്ക് വീട്ടിൽ വന്നെന്നിരിക്കാം. എന്നാൽ നീ കഷ്ടതയിലും ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും ആയിരിക്കുമ്പോൾ നിന്നെ സഹായിക്കാൻ ആരും കാണത്തില്ല. എന്നാൽ നമ്മൾ ദൈവത്തെ ആത്മാർത്ഥമായി സേവിച്ച് ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നാം ലജ്ജിച്ച് പോവുകയില്ല. സ്തോത്രം. നമ്മളെ ഹല്ലേലൂയ സഹായിക്കാൻ ദൈവം അനേകരെ അയക്കുവാൻ ഇടയായിത്തീരും. ഞാൻ നിങ്ങളോട് അനേക കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, സമയം നമുക്കില്ലല്ലോ. എന്നെ ദൈവം സഹായിച്ച 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. അനേക കാര്യങ്ങളുണ്ട്. സ്തോത്രം. അത് ഞാൻ പിന്നീട് സാക്ഷ്യങ്ങളിലൂടെ പറയാം. എന്നാൽ ഇപ്പം നിങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടി ഞാൻ നിങ്ങളോടൊരു കാര്യം, എന്നെ ദൈവം സഹായിച്ച കാര്യം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഈ UK കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ നമുക്കിവിടെ റെൻ്റഡ് ഹൗസൊക്കെ കിട്ടാൻ വളരെ പാടാണ്. ആദ്യം വന്ന് നോക്കിയ സമയത്ത് എനിക്ക് 3 മക്കളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഹസ്ബൻഡും 3 മക്കളും ഉണ്ട്. അപ്പോൾ നമുക്കൊരു മിനിമം 3 ബെഡ്റൂം ഹൗസ് വേണം. പിന്നെ ഇവിടെ വരുമ്പോൾ ഏജൻസി വഴി കൊടുക്കുമ്പോൾ നമുക്ക് എന്തുവായാലും ഹല്ലേലൂയ സാലറി സർട്ടിഫിക്കറ്റും പല കാര്യങ്ങളും കാണിക്കുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് 2-3 ഏജൻസി പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് ഒരാളുടെ സാലറി നിനക്ക് വീട് തരാൻ പറ്റത്തില്ല, 3 ബെഡ്റൂം ഹൗസ് നിനക്ക് വേണം. അപ്പോൾ അതൊക്കെ 1600 പൗണ്ടൊക്കെയാണെന്ന് പറയുന്നത്. അതൊന്നും എനിക്കന്ന് താങ്ങാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് താങ്ങാൻ പറ്റുന്ന ഹല്ലേലൂയ അതിനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് എൻ്റെ അപ്പൻ തരും. ഞാനിത് ഒഴിവിലിരിക്കുന്നതല്ല. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നീയാണല്ലോ എന്നെ UK കൊണ്ടുവന്നേ, അപ്പോൾ എനിക്കൊരു വീട് വേണമെന്ന് നിനക്കറിയാലോ, അപ്പോൾ എനിക്കൊരു വീട് ഒരുക്കി തരണം. ഞാൻ പോയിട്ടൊന്നും കാര്യം നടന്നില്ല, ഞാൻ തന്നെ ഇവിടെ ഉള്ളൂ. നീ എന്നെ സഹായിക്കാമെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ കൂടെ വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് ചെന്നു. ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫിലിപ്പീന സഹോദരി, ഒരു നേഴ്സാണ്, എൻ്റെ അടുത്ത് വന്നിട്ട്, ഷൈനി എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു വീട് കിടപ്പുണ്ട്, 2 ബെഡ്റൂം ഹൗസാണ്, പക്ഷേ 3 ബെഡ്റൂമിനേക്കാൾ വലുപ്പമുണ്ട്. സ്തോത്രം, നീ വന്ന് നോക്കുന്നു, ഡയറക്റ്റ് ഓണറിൽ നിന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ നീ ഉടനെ തന്നെ നീ അതിനെ കുരുക്കിയല്ലോ എന്ന് ഞാൻ കർത്താവിനോട് അന്നേരം പറഞ്ഞു. നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഹല്ലേലൂയ സ്തോത്രം പിന്നെ നേഴ്സിൻ്റെ കൂടെ അവരുടെ വീടിനടുത്ത് ഹോസ്പിറ്റൽ അടുത്ത് തന്നെയായിരുന്നു. ഞാൻ പോയി കണ്ട് ഡയറക്ടറായ ഓണറെ കണ്ടു. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, അസാധ്യമായ ഒരു കാര്യമാണ്. സ്തോത്രം. ഒരു വെറും ഹല്ലേലൂയ സ്തോത്രം 1050 രൂപയ്ക്ക് ഒരു 3 ബെഡ്റൂമിൻ്റെ വലിപ്പമുള്ള അതിൻ്റെ അറേഞ്ച്മെൻറ്റുള്ള ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞാൽ, ഞാനൊരു കൃഷിക്കാരൻ്റെ മകളാണ്, അതുകൊണ്ട് എനിക്ക് കൃഷി ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ബാക്കിൽ ഇച്ചിരി സ്ഥലമൊക്കെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കർത്താവിനോട് പറഞ്ഞായിരുന്നു. എന്നാൽ അതിനുള്ള സൗകര്യമാക്കി ദൈവം എനിക്ക് തരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം എനിക്ക് അവിടെ സഹായം ചെയ്തു. സ്തോത്രം. 3.5 വർഷക്കാലം അവിടെ താമസിപ്പാനും പിന്നീട് ഒരു ഓൺ ഹൗസിലേക്ക് മാറാനും ദൈവം ഞങ്ങളെ സഹായിച്ചു. അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും ദൈവത്തിൽ ആശ്രയം വയ്ക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. നാം ദൈവത്തോട് നമ്മുടെ ഹൃദയം പകരുമ്പോൾ, ദൈവവചനത്തിലെ വാക്യങ്ങളെ ഓർപ്പിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നമ്മളെ സഹായിക്കാൻ ആരുമില്ലാത്ത മണ്ഡലത്തിൽ
നമ്മളെ അറിയാത്തവരെ കൊണ്ട് ദൈവം നമ്മളെ സഹായിപ്പിക്കാൻ വഴിയും വാതിലും ഒരുക്കും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഏജൻസി വഴി പോയാൽ ഒരിക്കലും ഒരു 2 ബെഡ്റൂമിൽ എനിക്ക് താമസിക്കാൻ കഴിയത്തില്ല, എനിക്കത് താങ്ങാൻ പറ്റത്തില്ല. സ്തോത്രം. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിയമങ്ങളെയും ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സാഹചര്യങ്ങളെയും ദൈവം മാറ്റി നമ്മളെ സഹായിക്കും. അപ്പോൾ നോക്കിക്കുക, അതിനകത്ത് ഈ യെശയ്യാവിന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യത്തിൽ പറയുന്നൊരു വാക്യം എന്നെ വളരെ എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവം നമ്മളെ താങ്ങിയാൽ പിന്നെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഒന്നിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ആരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എപ്പോഴും ആ ഉറപ്പും ധൈര്യവും എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ദൈവം എന്നെ താങ്ങുന്നുണ്ട്, എൻ്റെ ദൈവം സഹായിക്കാൻ എൻ്റെ കൂടെയുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിതങ്ങ് മറന്നു പോകും. ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഞാൻ ഈ വിശ്വാസം ജീവിക്കും. അടുത്ത ദിവസം പ്രശ്നം പ്രതികൂലം വരുമ്പോൾ ഈ വാക്യത്തെ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തോ കള വന്ന് പറക്കിക്കളഞ്ഞ പോലെ അത് പോയി. ഹല്ലേലൂയ. എന്നാൽ ഇത് നാൾതോറും ഇത് കാണാപ്പാഠം പഠിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതൊന്ന് പറഞ്ഞു നോക്കി, എൻ്റെ ദൈവം എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ദൈവം ഹല്ലേലൂയ, ദൈവം എന്നോട് പറഞ്ഞു ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ദൈവം എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ ശക്തീകരിക്കാമെന്ന്. ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ സഹായിക്കുമെന്ന്. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് നിന്നെ താങ്ങുമെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവം നാമത്തിലുണ്ടായിരിക്കട്ടെ. ദൈവം നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 49 അധ്യായം അതിൻ്റെ 15 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മളെ മറക്കാം, സഹോദരങ്ങൾ നമ്മളെ മറക്കാം, ഹല്ലേലൂയ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ മറക്കാം. എന്നാൽ മറക്കാതെ ഹല്ലേലൂയ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കട്ടെ. ദിവസങ്ങളിൽ നിങ്ങൾ എപ്പോഴും ഓർക്കണം, നമ്മുടെ സഹോദരങ്ങൾ ആരെങ്കിലും ഓർക്കാം, അല്ലെങ്കിൽ സഹായിക്കാം, അല്ലെങ്കിൽ പല വാഗ്ദത്തങ്ങൾ ചെയ്തവർ നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങൾ പെട്ടെന്ന് ഓർക്കണം, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ മറന്നു കളയത്തില്ലെന്ന്. അല്ലെങ്കിൽ ആ ഓർക്കുന്നൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യം നിങ്ങളുടെ, വിത്ത് ഗോഡ് ഐ ആം എ ഹീറോ, വിത്തൗട്ട് ഗോഡ് ഐ ആം എ സീറോ. ഹല്ലേലൂയ. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാനൊരു ഹീറോയാ. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും നിങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷേ ദൈവം നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ എന്തുവാ? നിങ്ങളൊരു സീറോയാ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നാൽ ആരും നിങ്ങളുടെ കൂടെ ഇല്ല. പക്ഷെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാ? വലിയൊരു ഹീറോ ആയ ദൈവമക്കളെ. അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണേ. എൻ്റെ ദൈവം ഈ അഖിലാണ്ടത്തെ മുഴുവനും സൃഷ്ടിച്ച ഹല്ലേലൂയ ആ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പും ധൈര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും. സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം 66:13 പറയുന്നു: അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ നല്ല വാക്കുകൾ പറയാൻ പലപ്പോഴും പലരും കാണത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിപ്പം ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കാണുന്നത്, ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഹല്ലേലൂയ ആ തെറ്റിനെ വീണ്ടും തെറ്റാക്കി നമ്മളെ വേദനിപ്പിക്കുന്ന മനുഷ്യരായിരിക്കും നമ്മുടെ ചുറ്റുപാടിലുള്ളത്. ആശ്വാസമൊക്കെ സാരമില്ല, പോട്ടെ, നിൻ്റെ കയ്യിലൊരു തെറ്റ് വന്നു പോയി, ഹല്ലേലൂയ, സ്തോത്രം, സാരമില്ല, നീ ബലപ്പെട്ടിരി, ഇനി നെക്സ്റ്റ് ടൈം അത് ചെയ്യാതിരിക്കാൻ നീ നോക്ക്. അല്ലെങ്കിൽ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ഒരു വേർപാടിൻ്റെ ദുഃഖമായിരിക്കും, അല്ലെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ധനനഷ്ടമായിരിക്കും, അല്ലെങ്കിൽ മാനനഷ്ടമായിരിക്കും, പല രീതിയിലുള്ള ഹല്ലേലൂയ, സ്തോത്രം, വേദനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ആശ്വസിപ്പിക്കാൻ ഹല്ലേലൂയ ദൈവമല്ലാതെ വേറെ ആരുമില്ല. ദൈവമക്കളെ, ദൈവം തരുന്ന ആശ്വാസം നിലനിൽക്കുന്ന ആശ്വാസമുള്ളൂ. മനുഷ്യനൊരു വാക്ക് പറഞ്ഞു, അവർ പോയി, അല്ലെ പിന്നെയും നിങ്ങൾ തന്നെ ഉള്ളൂ. സ്തോത്രം, ഞാൻ തന്നെ ഉള്ളൂ. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആശ്വാസം അത് സ്ഥിരമായ ആശ്വാസമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും നിങ്ങളെ ഓർക്കണം, നമ്മളെപ്പോഴും ഓർക്കണം, എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട്. സ്തോത്രം. യിരെമ്യാവിൻ്റെ പുസ്തകം 31 അധ്യായം 34 വാക്യത്തിൽ: ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനോടും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആവാലവൃത്തം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കയില്ലെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, ഞാൻ അവരുടെ അകൃത്യം മോചിക്കും. നമ്മുടെ പാപങ്ങൾ രക്താംബരം പോലെ കടും ചുമപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം.
നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ കുറവശങ്ങളുണ്ട്, രക്തത്താൽ നീ എന്നെ കഴുകണമേ, നീ നിൻ്റെ പൈതലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം, നീ എൻ്റെ പൈതൽ ദൈവമാക്കി. ഹല്ലേലൂയ സ്തോത്രം, ദൈവമേ നീ എൻ്റെ ദൈവമായിരിക്കണമേ. അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായും കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുന്ന ദൈവവചനത്തിൽ പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ അകൃത്യമെല്ലാം മോചിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ പാപങ്ങൾ മോചിച്ചു എന്നൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഗിൽറ്റി വേൾഡിൽ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും നമ്മളെല്ലാം ആരും പെർഫെക്റ്റ് അല്ല. നമ്മളെല്ലാം ജീവിത കുറവുകളും ബലഹീനതകളും കടന്നു വരാം. സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഒരാളെ ഇപ്പം ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു, ഒരു ഉദാഹരണം പറയാം കേട്ടോ. അപ്പം നമുക്ക് സഹായിക്കാൻ പറ്റിയില്ല. സ്തോത്രം. നെക്സ്റ്റ് ടൈം ആ വ്യക്തി നമ്മളെ കാണുമ്പോൾ എന്നാലും ഭയങ്കര സാധനമാണെന്ന് എന്നെ സഹായിച്ചില്ല. അപ്പോൾ ആ വ്യക്തിയോട് നമ്മൾ പറയുക, എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് ഇന്ന പ്രശ്നം കൊണ്ട് എനിക്ക് സഹായിക്കാൻ പറ്റില്ല, നീ എന്നോട് ക്ഷമിക്കണം. ക്ഷമ ചോദിച്ചു. അപ്പം നമ്മുടെ ഹൃദയം അവിടെ ക്ലീനായി. പിന്നെ ആ വ്യക്തിയെ കാണുമ്പോഴെല്ലാം ഇത് ഓർത്ത് ഹല്ലേലൂയ ഗിൽറ്റിൽ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രീഡം, ക്രിസ്തുവേശുവിൽ ദൈവവചനത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ഏതെങ്കിലും പാപത്തിൽ അല്ലെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിച്ചും ദൈവം ക്ഷമിച്ചെന്ന് ഉറപ്പ് കിട്ടിയിട്ടും വീണ്ടും അതിനകത്ത് അടിമനുഖത്തിലായിരിക്കുന്നെങ്കിൽ ദൈവാത്മാവ് പറയുകയാണ്, സ്തോത്രം, നിങ്ങളുടെ അകൃത്യത്തെ മോചിപ്പിച്ച് തരുന്ന ഒരു ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ അത് ഓർത്ത് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയാതെ മുന്നേറുവാൻ ദൈവം നിങ്ങളെ ലോകത്തിലാക്കി വെച്ചതിന് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലേക്ക് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ മടങ്ങി വന്ന് ദൈവത്തിനോട് നിലനിൽപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. ഇരമ്യാവിൻ്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ നിന്നെ ഫസ്റ്റേയും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്ന് വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. ഹല്ലേലൂയ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, സ്തോത്രം, നിന്നെ പലരും ഭ്രഷ്ടയെന്നും നിന്നെ ആരും തിരിഞ്ഞു നോക്കാതെ ഹല്ലേലൂയ ഇരിക്കുന്ന ഒരവസ്ഥയാണെങ്കിലും ഹല്ലേലൂയ സ്തോത്രം, ദൈവം നിന്റെ മുറിവുകളെ പൊറുപ്പിച്ചെന്ന് പറഞ്ഞാൽ ഹീല് ചെയ്ത് നിനക്ക് ആശ്വാസം വരുത്തും. അപ്പം നമ്മുടെ ഹൃദയത്തിലെ മുറിവുകളെ ഉണക്കുവാൻ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ശരീരത്തിലെ വേദനകളെ മാറ്റുവാൻ ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ ഹല്ലേലൂയ കടന്നു പോകുന്ന ഏതവസ്ഥയിലും ഹല്ലേലൂയ നമ്മുടെ ഹൃദയം മറ്റുള്ളവരോട് പകരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഒരു പക്ഷെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് കേട്ടിട്ട് വേറെ രണ്ടുപേരോട് പറഞ്ഞു, അല്ലെങ്കിൽ അതൊരു സ്പ്രെഡാക്കി അല്ലെങ്കിൽ പിന്നെ അവരുടെ മുമ്പിൽ ഒരു സിമ്പതി പാത്രമായി തീരും. ഹല്ലേലൂയ. എന്നാൽ ഹൃദയത്തെ ദൈവസന്നിധി പകരുമ്പോൾ ദൈവം മറ്റൊരാളോടൊക്കെ പോയി പറയത്തില്ല, മറിച്ച് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ ഇടയായിത്തീരും. അനേക വാഗ്ദത്തങ്ങൾ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വാഗ്ദത്തങ്ങളെ ഹല്ലേലൂയ മുറുകെ പിടിച്ച് ഓരോ പ്രാവശ്യവും ഓരോ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ വചനങ്ങളെ ദൈവസന്നിധിയിൽ ഓർപ്പിച്ച് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ക്രിസ്ത്യ ജീവിതം വളരെ മനോഹരമായിരിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പുസ്തകം 36:28. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും, നിങ്ങൾ എൻ്റെ ജനമായി ഞാൻ നിങ്ങളുടെ ദൈവമായി ഇരിക്കും. അപ്പോൾ ദൈവമക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. സ്തോത്രം. ദൈവത്തിന് നമ്മൾ ജനമായും ദൈവം നമുക്ക് ദൈവവുമായിരിക്കും. സ്തോത്രം. നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ആ ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ അനേക അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. സ്തോത്രം. നമ്മളെ വഴിനടത്തുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. എസെക്കേലിൻ്റെ പുസ്തകം 36-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം തരാമെന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. സ്തോത്രം. ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പിതാവായ ദൈവം തൻ്റെ പുത്രനായി ഹല്ലേലൂയ സ്തോത്രം പുത്രനെ നമ്മുടെ പാപത്തിന് വേണ്ടി ലോകത്തിൽ അയച്ചു. ഹല്ലേലൂയ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കേണ്ട ആവശ്യമായിരുന്നു, മരിച്ചു. പിതാവിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പായി നമുക്ക് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യും? സകല സത്യത്തിലും നീതിയിലും നമ്മളെ വഴി നടത്തും. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്ന ജീവിതം
വളരെ വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ അത് അനുഗ്രഹമാണ്, അത് ആനന്ദമാണ്. അല്ലെങ്കിൽ നമ്മളെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നടത്തുവാൻ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം ദൈവത്തോട് ചോദിക്കണം, ദൈവമേ നിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മന എന്നെ നിറയ്ക്കണമേ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിറവിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും, പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ ഹല്ലേലൂയ സ്തോത്രം അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പറയുന്ന കലവിലേക്ക് ഒരു അർത്ഥവുമില്ല. ഞാനും അങ്ങനെ ചിന്തിച്ചൊരു സമയമുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവവചനം പറയുമ്പോൾ അവിടെ കാണാൻ പറ്റും, അന്യഭാഷയെ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് ആരാ? ഈ അഖിലാണ്ടത്തെ മുഴുവനും സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നു. നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവർ അറിയുന്നില്ല. എന്നാൽ വിവേചിക്കുന്നവരുണ്ടെങ്കിൽ അത് വിവേചിച്ച് പറയുവാൻ കഴിയും. അപ്പം സൃഷ്ടാവായ ദൈവത്തോട് നാം സംസാരിക്കുമ്പോൾ അതിൻ്റെ ആത്മീയ സന്തോഷം വളരെ വ്യത്യസ്തമാണ്, അനുഗ്രഹമാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരും ഹല്ലേലൂയ സ്തോത്ര ദൈവത്തോട് പറയണം, കർത്താവേ വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആത്മാവിനെ തരാമെന്ന്. ഇത് സത്യമാണെങ്കിൽ എനിക്കും അത് തന്ന് നിൻ്റെ കൃപയെ ജീവിപ്പാൻ ദൈവം എന്നെ സഹായിക്കണം. ഇവിടെ കയറി വരുവീൻ എന്നൊരു ശബ്ദം നമ്മൾ കേൾക്കും. എപ്പോഴാണ്? കർത്താവ് രണ്ടാമത് വാനമേഘങ്ങളിൽ വരുമ്പോൾ നമ്മൾ ജീവനോടിരിക്കുകയാണെങ്കിലും മരിച്ചാലും ഇവിടെ കയറി വരുവീൻ എന്നൊരു ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് ഉണ്ടെങ്കിലേ ആ ശബ്ദം നമ്മൾ കേട്ട് പോകാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഒരു ഇരുമ്പ് ഒരു കാന്തത്തെ എങ്ങനെ ആകർഷിക്കുമോ അതുപോലെ ദൈവത്തിങ്കിലേക്ക് നമ്മൾ ആകർഷിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവെ എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണം. ഞാൻ ഒരു മർത്തോമാ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഈ പെന്തിക്കോസ്താർ ആരാധനയ്ക്ക് പോയി. ഞാൻ അവർ കള്ളന്മാരെന്നൊക്കെ പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ഈ അന്യഭാഷയെ പാടുകയും പ്രാർത്ഥിക്കുകയും ഇവർ തുള്ളുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഇത് സത്യമാണെങ്കിൽ എനിക്കിത് തരണം. അങ്ങനെ ഒരു ദിവസം അവിടെ ഒരു മീറ്റിങ്ങും കാര്യമൊക്കെ എനിക്ക് സന്തോഷമായി, ഞാൻ പോയി അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഞാൻ മീറ്റിങ്ങിന് പോകുമ്പം ഈ ദൈവദാസന്മാർ പറയുകയാണ് പ്രാർത്ഥിക്കാൻ മുന്നോട്ട് വരാൻ. അപ്പോൾ എനിക്ക് അനേക വിഷയങ്ങളുണ്ട് പ്രാർത്ഥിക്കാൻ പറയാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ പോവുകയാണ്. ഈ എൻ്റെ മുന്നിൽ നിൽക്കുന്ന അന്നത്തെ എല്ലാ സ്റ്റുഡൻസും അന്നുമല്ല ഉണർവ് നടക്കുന്ന സമയം ഞങ്ങളുടെ ഹോസ്റ്റലിൽ, ഞങ്ങളെ നഴ്സിംഗ് കോളേജിൽ. അന്നേരം എൻ്റെ മുൻപിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ മുന്നിൽ നിന്ന് പ്രാർത്ഥനാ വിഷയം പറഞ്ഞപ്പോൾ എൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ചിന്ത വന്നു, ഞാൻ ഭാവിയായ ഒരു വ്യക്തിയാണല്ലോ ദൈവമേ, എനിക്ക് രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ പ്രാർത്ഥന വിഷയം പറയാൻ വന്നതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഭാവിയാണെന്നൊരു ചിന്ത വന്നു. അപ്പോൾ എൻ്റെ ടേണായപ്പോൾ ഞാൻ ആ ദൈവദാസനോട് ചോദിച്ചു, പാവങ്ങളെ ക്ഷമിച്ചു കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്നാണ് ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, യേശുവിൻ്റെ രക്തത്തിന് നിൻ്റെ പാവത്തിനെ ക്ഷമിക്കുവാൻ കഴിയും, ദൈവസന്നിധിയിൽ ഹൃദയത്തെ പകരാൻ. അപ്പോൾ ഈ ദൈവദാസൻ എൻ്റെ തലയെ കൈവച്ച് ഞാൻ ഇങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ദൈവസന്നിധി പകർന്നു. കർത്താവേ ഞാൻ പാപിയായ ഒരു വ്യക്തിയാണ്, എൻ്റെ പാവത്തെ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പൈതലാക്കി എന്നെ തീർക്കണമേ. ഇവർ പറയുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സത്യമാണെങ്കിൽ എനിക്ക് തരണേ എന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനായി. ദൈവമക്കളെ, അവിടെ അന്നുണ്ടായ അനുഭവം ഞാൻ ഇന്നും ഓർക്കുന്നു. ഒരു തൂവലിനെ പോലെ ഒരു വെയ്റ്റ്ലെസ്സായ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ ഹല്ലേലൂയ സ്തോത്രം വളരെ വെയിറ്റ്, എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഭാരം മാറി, അത് വേദനകൾ മാറി, നിരാശകൾ മാറി. ഹല്ലേലൂയ സ്തോത്രം. ഞാനൊരു ഫെദർ പോലെ ഒരു തൂവലിൻ്റെ വെയിറ്റിലായി. വലിയ സ്വർഗീയ സന്തോഷം എനിക്ക് ലഭിക്കാനിടയായി തീർന്നു. എൻ്റെ നാവിനെ ദൈവം കൺട്രോൾ ഏറ്റെടുത്തു. ഞാൻ അന്യഭാഷയെ സംസാരിക്കാൻ ഇടയുണ്ടായി. ഹല്ലേലൂയ സ്തോത്രം. അന്ന് തൊട്ട് ഇന്ന് വരെയും ഹല്ലേലൂയ ദൈവത്തെ അന്യഭാഷ ദൈവത്തോട് സംസാരിക്കുവാൻ ദൈവം നിന്ന വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ ആത്മീയ മർമ്മങ്ങളെ നമ്മൾ സംസാരിക്കുമ്പോൾ വലിയ സന്തോഷമാണ് ദൈവമക്കളെ നമ്മൾ അനുഭവിക്കുന്നത്. അതാർക്കും തരാൻ കഴിയത്തില്ല. ആ സന്തോഷമാണ് ദൈവം പറയുന്നത്, ആരും നിന്നിൽ നിന്നത് എടുത്തു കളയത്തില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് എന്തുവാ? ഞാൻ നിങ്ങൾക്ക് ആത്മാവിനെ തരും. അപ്പോൾ സ്തോത്ര ദിവസങ്ങളിൽ ആ വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കണം. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. അപ്പം ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തും. നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ
ദൈവം നമുക്ക് അവനെ വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. യേശുവിനെ അറിയുവാൻ, ആ ദൈവസ്നേഹത്തെ മനസ്സിലാക്കുവാൻ, ദൈവകൃപ അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം തന്നെത്താൻ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തരും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ അകത്തെ കണ്ണിനെ തുറക്കണമേ. ഈ ലോകത്തെ കാണുന്ന ജഡത്തിൻ്റെ കണ്ണല്ല, എൻ്റെ ആത്മീയ കണ്ണിനെ തുറന്ന് ഞാൻ ദൈവത്തിൻ്റെ ആ വലിയ ശ്രേഷ്ഠത കാണുവാൻ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദത്തോട് കൂടിയ ഞാനാകുന്നു പറഞ്ഞ ആൽഫയും ഒമേഗയും വന്നവനും വരുവാനിരിക്കുന്നവനുമായ ആ ദൈവത്തിൻ്റെ വലിയ സ്തോത്രം, ആ ദർശനം എനിക്ക് തന്ന് കർത്താവെ നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവിക ദർശനം കാണുവാനിടയായിത്തീരും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14:27 വായിക്കുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ദൈവം നമ്മളോട് പറയുകയാണ്, നിന്റെ ഹൃദയം ഭ്രമിക്കരുത്, അല്ലെങ്കിൽ കലങ്ങിപ്പോകരുത്. ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ സമാധാനം പോയി പോകുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ പാനിക്കാകാതെ, അവിടെ എന്തായിത്തീരുമെന്ന് വിചാരിക്കാതെ, ആത്മഹത്യ ചെയ്യാതെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയത്തില്ല എന്നുള്ള തോന്നി നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. നമ്മൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഹല്ലേലൂയ. നമ്മൾ നമ്മളെ തന്നെ ആത്മമായി കൊല്ലുകയാണ്. ആത്മഹത്യ ചെയ്യുന്നവൻ സ്വർഗത്തിൽ പോകത്തില്ല, അവൻ നരകത്തിൽ അടിമയായിത്തീരും. നരകത്തെപ്പറ്റി വേദപുസ്തകത്തിൽ പറയുന്ന ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയുമാകുന്നു. അവിടെ നമ്മുടെ ശരീരത്തിൽ നിങ്ങളുടെയൊക്കെ ശരീരം ബേൺ ആയിട്ടുണ്ടെന്ന് ഞാൻ ഏതെങ്കിലും ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എന്ത് വേദനയാണെന്നറിയോ? വെള്ളത്തിനകത്ത് കൈ മുക്കി വെച്ചിട്ട് അതൊന്ന് എടുത്തു കഴിയുമ്പോൾ പൊള്ളുക. അങ്ങനെ ആണെങ്കിൽ ദ്രവിച്ചു പോകാതെ ഗന്ധകം വീണ് കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തിന് നമ്മൾ യോഗ്യതരാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അനേകരിലൂടെ ദൈവവചനവും ഇന്നത്തെ സാഹചര്യങ്ങളിൽ ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും സമാധാനമില്ലാതെ കലങ്ങി പ്രയാസപ്പെട്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളായിരിക്കുന്ന റൂമിൽ മുട്ടുകളെ മടക്കി, ദൈവമേ നിന്റെ വചനത്തിൽ പറയുന്നു നീ ഞങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, ദൈവിക സമാധാനം തരുമെന്ന് എഴുതിയിരിക്കുന്നു. ഇത് സത്യമാണെങ്കിൽ ആ ദൈവിക സമാധാനം എനിക്ക് തരണം. ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ എൻ്റെ ദൈവമേ നീ എനിക്ക് കൃപ തരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം നിങ്ങളുടെ സിറ്റുവേഷനെ ഏറ്റെടുക്കുവാനിടയായിത്തീരും. ദൈവം നിങ്ങളുടെ സിറ്റുവേഷനെ ഏറ്റെടുത്താൽ മനുഷ്യർ ചിന്തിക്കുന്നതിനപ്പുറമായി ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്ഭുതം കാണുവാനിടയായിത്തീരും. യോഹന്നാന്റെ സുവിശേഷം 14:3 വായിക്കുമ്പോൾ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കുകയാണെന്ന് പിന്നെയും നിങ്ങളുടെ അടുക്കൽ ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ദൈവവചനം പറയാണ്, യേശുക്രിസ്തു പറയാണ്, ഞാൻ പോയിട്ട് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പം വീണ്ടും വരാം, ഞാൻ നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളാമെന്ന് പറഞ്ഞൊരു ദൈവമാണ് നമുക്കുള്ളത്. കർത്താവ് പറഞ്ഞു, ഞാൻ വീണ്ടും വരും. കർത്താവിൻ്റെ സെക്കൻഡ് വരവിൽ എടുക്കപ്പെടുവാൻ അതിനുവേണ്ടി ഒരുങ്ങി നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോകും. ഇതെല്ലാം ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തമാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവിക കൂട്ടായ്മയെ കാണിക്കുന്നു. ദൈവം പറയാണ്, ഞാൻ നിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്, നീ വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് നമ്മൾ ഒന്നിച്ച് അത്താഴം കഴിക്കും. എത്ര വലിയ സന്തോഷമാണ് ദൈവമക്കളെ. സ്തോത്രം. ദൈവം നമ്മുടെ കൂടെയുള്ള അനുഭവം അത് നമുക്ക് സ്തോത്രം അനുഗ്രഹമാണ്, വിടുതലാണ്, സന്തോഷമാണ്, സമാധാനമാണ്. ആർക്കും അത് നമ്മളിൽ നിന്ന് എടുത്തു കഴിയുകയില്ല. അപ്പം ദൈവിക വാഗ്ദത്തങ്ങൾ ചിലത് മാത്രമാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. സ്തോത്രം. അപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഓരോ അവസ്ഥയിലും ഈ വാക്യങ്ങളെ എടുത്തു വെച്ച് ദൈവത്തോട് സംസാരിക്കണം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. കർത്താവായ യേശുക്രിസ്തു പരീക്ഷണത്തിലൂടെ കടന്നുപോയി. 3 പരീക്ഷണം അവിടെ കടന്നുപോയി നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. പക്ഷെ അവിടെ ഒന്നും സ്വന്തം വാക്കും കൊണ്ട്
ഇപ്പം സാത്താനെ ദൈവം ശാസിച്ചില്ല. അവിടെ എല്ലാം ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അങ്ങനെയാ പറഞ്ഞത്. വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ന്യായപ്രമാണം എന്നാണ് അന്ന് പറഞ്ഞത്. ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയിൽ നമ്മൾ ചുമ്മാതെ അയ്യോ എൻ്റെ കർത്താവേ നീ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്താ, എന്നെ നീ വിട്ട് കളഞ്ഞോ, എനിക്ക് ആരുമില്ലേ, അല്ലെ ഒന്നുമില്ലേ, എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കട്ടതയാണ്, ഇങ്ങനെ നെഗറ്റീവ് ആക്കൊന്നും പറയാതെ ദൈവമേ നിൻ്റെ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കാമെന്ന് ദൈവമേ നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നീ എന്നെ സൗഖ്യമാക്കുക. ദൈവമേ നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നിന്നെ ശക്തീകരിക്കാമെന്ന്, സഹായിക്കാമെന്ന്, ഞാൻ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരാമെന്നെല്ലാം നിൻ്റെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവമേ നീ എന്നോട് ഇരുന്ന് എനിക്കിത് സാധിച്ചു തരണമെന്ന് നമ്മൾ ദൈവത്തോട് പറഞ്ഞാൽ തീർച്ചയായും വചനത്തിന് വിരുദ്ധമായി അതിൽ ഒന്നുമില്ല. ദൈവം വചനമാകുന്നു. ആ വചനത്തിലൂടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയായിത്തീരും. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഭാരപ്പെട്ടു പോകാതെ. പിന്നെ അങ്ങനെ വേദപുസ്തകം നമ്മൾ വായിക്കണം. വേദപുസ്തകം വായിച്ചാലേ അതിനകത്തുള്ള വാക്യത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ദിവസവും വേദപുസ്തകം വായിച്ച് പറ്റുമെങ്കിൽ ഒരു വാക്യം നമ്മൾ കാണാപ്പാഠം പഠിച്ച് അത് ഉരുവിട്ട് മുന്നോട്ട് മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. നമ്മുടെ കണ്ണുകളെ അടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുകയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവേ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ നിന്ന് ഹല്ലേലൂയ വചനം കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. കർത്താവിൻ്റെ കൃപ ഓരോരുത്തരും എത്തിച്ചതോടു കൂടെ ഇരിക്കണമേ. ഈ ഹല്ലേലൂയ സ്തോത്രം വചനം കേൾക്കുന്ന ഓരോരുത്തരും ദൈവവചനത്തെ ബലപ്പെട്ട ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഓരോരുത്തരെ സഹായിക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനവും സന്തോഷവും എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകട്ടെ. ആത്മീയ കണ്ണുകളെ തുറക്കണമേ ദൈവമേ. എല്ലാ ജനത്തിനും നീ ദൈവമായി ഇരിക്കണമേ. എല്ലാവരെയും നീ സഹായിക്കണമേ. ഇത്രത്തോളം അടിനെ നീ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ എല്ലായിടത്തും വ്യാപരിക്കുന്നതിനായി സ്തോത്രം. സകല യേശു ക്രിസ്തുവിനെ നാട്ടിൽ അപേക്ഷിക്കുന്ന കൃപ കേൾക്കണം. നല്ല പിതാവേ, ആമേൻ ആമേൻ ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇതൊരു 45 മിനിറ്റ്സോളം ഉള്ളൊരു വീഡിയോ ആണ്. ഞാനൊരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്തോത്രം. നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ വീഡിയോ ഓൺ ചെയ്ത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ പണി നടക്കും. വീഡിയോ കേട്ടാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കുകയും ചെയ്യും. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് അതിനുള്ള സമയവും സാഹചര്യവും അങ്ങനെ നമുക്കെപ്പോഴും സമയമില്ല. എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണല്ലോ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.